സമ്മറിൻ ബദലീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതൊരു ഒരു ഹിറ്റ് ആയി മാറിയത്. അപ്പം ഈ സമ്മറിൻ ബദലീമിൽ ആദ്യം നിരഞ്ജൻ്റെ വേഷം ചെയ്യാൻ കമൽ സാറിനെ അതേപോലെ തന്നെ രജനീകാന്തിനെയൊക്കെ ആയിരുന്നു ഒരു മൈൻഡിലുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അവിടേക്ക് ലാൽ സാർ വരുന്നത്. പക്ഷേ അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് പ്രതീക്ഷിച്ചിരുന്നു, ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. ഇന്നും ഇതുപോലൊരു ഗസ്റ്റ് റോൾ ഇത്രയും ഇമ്പാക്റ്റ് തന്ന വേറൊരു ഗസ്റ്റ് റോൾ ഇല്ല. അപ്പം ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ആ ഒരു തീരുമാനം എത്രമാത്രം ശരിയായിരുന്നു എന്നാണ് പിന്നെ തോന്നിയത്? ഇല്ല, ആ തീരുമാനത്തെക്കുറിച്ച് സംശയമില്ല. ആദ്യം ഇതൊന്നാമത് അന്ന് തമിഴിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയാണ് അത്. അപ്പോൾ ആ സമയത്ത് തമിഴിൽ റൈറ്ററായി വെച്ചിരുന്നത്. മലയാളത്തിലേക്ക് എത്തിയപ്പോൾ രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളത്, രഞ്ജിത്തിൻ്റെ സ്റ്റോറിയായിരുന്നു. രഞ്ജിത്ത് തന്നെ എഴുതണമെന്നുള്ളൊരു നിർബന്ധം നിർമ്മാതാവിനും എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ രഞ്ജിത്താണെങ്കിൽ അതിന് മാനസികമായിട്ട് ആ സമയത്ത് പ്രിപ്പയർഡായി. പെട്ടെന്നാണ് ഇങ്ങനൊരു ഷിഫ്റ്റ് ഉണ്ടായത്. തമിഴിൽ നിന്നും മലയാളം നിന്ന് 2 ആഴ്ച ഇടയിലുണ്ടായ ഷിഫ്റ്റാണ്. ആ സമയത്ത് രഞ്ജിത്തിന് ശാരീരികമായിട്ടും ചില ബാക്ക് പെയിനൊക്കെ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാതൊക്കെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നിർബന്ധിച്ചു, രഞ്ജിത്തില്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ആ സ്ക്രിപ്റ്റിൻ്റെ ആ കഥയുടെ പൂർണ്ണമായിട്ടും മനസ്സിലുള്ളയാൾ രഞ്ജിത്താണ്. അങ്ങനെ രഞ്ജിത്തിനെ അവിടെ ഊട്ടിയിൽ തന്നെ കൊണ്ടുവന്ന് അവിടെ തടിക്കട്ടിലിൽ കിടന്നാണ് എഴുതിക്കൊണ്ടിരുന്നത് കുറച്ച് ദിവസം, കുറേ ദിവസം. കാരണം ട്രാവൽ ചെയ്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കിടക്കാൻ മാട്രസൊന്നും ഇല്ല, കിടക്കേണ്ടി വന്നു. അല്ല അപ്പോൾ അതുകൊണ്ട് സ്ക്രിപ്റ്റ് അതിൻ്റെ ഒപ്പം എഴുതി പോവുകയായിരുന്നു, ഷൂട്ടിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ആദ്യം ഞാൻ പാട്ടൊക്കെ എടുത്തത്, മാരിവില്ലിൻ ഗോപുരങ്ങൾ പാട്ടൊക്കെ എടുത്തത്. കാരണം കഥയിലും ആ വീടൊന്ന് അവർ ഫേർണിഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ ഗസ്റ്റുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പ് ചെറിയ 1-2 സീനുകളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് സ്പേസ് കിട്ടി, സ്ക്രിപ്റ്റ് എഴുതി വരാനുള്ള ടൈം കിട്ടി. പിന്നെ എഴുതി വന്ന ഒരു ഘട്ടത്തിലാണ് രഞ്ജിത്ത് പറയുന്നത്, ഒരു 10-15 ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ ഒരു കഥാപാത്രം കയറി വരുന്നുണ്ട്, അത് നമുക്ക് ആരെങ്കിലും ഒരാളെ വേണം. അപ്പോൾ അതങ്ങനെ അതിനുള്ള ആര് വേണം? അപ്പോൾ ഇവരുടെ 2 പേരെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ഇമേജ്, സ്റ്റാർ ഇമേജ് ഉള്ള ഒരാൾ വേണം. അതിന് ഓഡിയൻസിനെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്കല്ലേ നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവരെക്കാളും മുകളിൽ ഈ കഥാനായിക ഇഷ്ടപ്പെടുന്ന, കല്യാണം കഴിക്കാൻ പ്രണയിക്കുന്ന ഒരാൾ വേണ്ട. അത് ഇവരുടെയൊക്കെ സ്റ്റാച്ചറിൽ താഴെ നിൽക്കുന്ന ഒരാൾ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആലോചനകളാണ് കമലഹാസൻ തൊട്ടൊക്കെ ആലോചന. അതൊക്കെ നമ്മുടെ ഇന്നർ സർക്കിളിലുള്ള തോട്ട്സോ പലരും പറയുന്ന സജഷൻസാണ്. അതൊക്കെ കൺസിഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലാലിൻ്റെ കാര്യവും വരുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് ലാൽ ചിന്തയിലേക്ക് വന്നില്ല എന്ന് നമ്മൾ ആലോചിച്ചു. കാരണം പക്ഷേ ലാലെന്ന് പറയുന്നവരോട് എല്ലാവരും ഒരേപോലെ അതിനകത്ത് പിന്നെ കൺഫ്യൂഷനില്ല. പിന്നെ ലാലിനെ പോയി കണ്ടു. ലാൽ അന്നൊരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു ബാംഗ്ലൂരിൽ, ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി കണ്ടു, അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു. അതും ഒരു അഡ്വാൻറ്റേജ്, കാരണം അദ്ദേഹം അവിടുന്ന് ആ സമയത്ത് താടി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ താടി കളയണ്ട, അതുമായിട്ട് തന്നെ വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ച് മെലിഞ്ഞ് നല്ല കുറച്ചും കൂടെ ഒരു ഒരു സ്വാത്വികമായ ഒരു ലുക്കൊക്കെ ഉള്ളൊരു മനുഷ്യനായിട്ടാണ് വരുന്നത്. പക്ഷേ ആ ഇമ്പാക്റ്റ് നമുക്കറിയാമായിരുന്നു. നമ്മളത് പുറത്ത് വിടാതെ ആണല്ലോ, ഒരു ഫസ്റ്റ് ഷോ വരെയും ഓഡിയൻസിന് അറിയില്ലല്ലോ ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ഗംഭീരമാകുമെന്നറിയാം. നമ്മുടെ ആ പടത്തിൻ്റെ നിർമ്മാതാവിൻ്റെ തിയേറ്ററിൽ തന്നെയാണ്, മൈമൂണിലാണ് പടം റിലീസ് ചെയ്യുന്നത്. ഞാൻ സാധാരണ റിലീസ് ഡേയിൽ തിയേറ്ററിൽ പോകാറില്ല. അപ്പോൾ ഞാൻ ചെന്നൈയിൽ എൻ്റെ വീട്ടിലാണ്. ആദ്യത്തെ നോൺ ഷോ കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു, പറഞ്ഞു ഗംഭീരമായ, ഇയാൾ വരുന്നതോടുകൂടി തിയേറ്റർ പൊളിഞ്ഞു പോകുമെന്ന് എനിക്ക് പേടിപ്പിക്കുക, അത്ര ആൾക്കാർ അങ്ങോട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ചത് തന്നെയാണ്. അതിന് ഒരുപാട് ഒരു ഫാക്ടേഴ്സ് എൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയത്, ഒന്ന് അയാളുടെ എൻട്രി വെച്ചേക്കുന്നൊരു ഷോട്ടുണ്ട്. അതൊരു ഈ ഗ്രില്ലിൻ്റെ ഒരു ഫോക്കസിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അയാൾ വരുന്നതാണ്. അതിന് കൃത്യമായൊരു മ്യൂസിക്കുണ്ട്. അതിനേറ്റവും എൻഹാൻസ് ചെയ്യുന്ന ഒരു മ്യൂസിക് കൂടെ വിദ്യാസാഗർ ചെയ്തതോടുകൂടി പിന്നെ അത് ഇനി അപ്പുറത്ത് വേറെ ആര് വന്നാലും കൈയടിച്ച് പോകുന്ന ഷോട്ടായിപ്പോയി. അത് ഷോട്ടും മ്യൂസിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഇയാളും കൂടെ ഇദ്ദേഹമാണ് കടന്നു വരുന്നത്. അത് ഇങ്ങനത്തെ ഒരു ലുക്കിൽ കയറി വരുമ്പോഴത്തേക്ക് അതിൽ തീർച്ചയായിട്ടും അത് ഗൂസ് ബംപ്സ് ഉണ്ടാക്കും എന്നുള്ള ഉറപ്പല്ലേ.